നമ്മളെ കാർബുറാന്ന്. ഹായ്, വില്ലേജ് സ്പേസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും സുഖമല്ലേ? ഇന്നത്തെ നമ്മൾ ഐറ്റത്തിലുള്ള റെഡിയാക്കാനുള്ള പരിപാടി ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരു പാക്കറ്റ് പപ്പടം മേടിച്ചിട്ടുണ്ട്. ഒരു പാക്കറ്റ് പപ്പടം മേടിച്ച് ഈ പൊടി ഞാൻ തട്ടിക്കളയട്ടെ. നമുക്കൊരു 10 എണ്ണം എടുക്കുന്നുള്ളൂ. ഈ മുറത്തിലോട്ട് ഇങ്ങനെ കൂടെ നിരത്തി. ഇപ്പം തന്നെ പലർക്കും അറിയാം എന്തോ ആണ് ഐറ്റം എന്നുള്ളത്. ഏതായാലും ഇത് ഇപ്പം നല്ല വെയിലുണ്ടല്ലോ. കർക്കിടക മാസത്തിൽ 10 വെയിലുണ്ടെന്നാണ് പറയുന്നത്. ഏതായാലും ഇപ്പം നല്ല വെയിലുണ്ട്. 3, 6, 7, 8, 9 ഒരു 10 എണ്ണം എടുത്തിട്ടുണ്ട്. ബാക്കി കവറിനകത്തിരിക്കട്ടെ. ഈ ഓണം വരുമ്പോൾ ഏറ്റവും കൂടുതൽ ചിലവാകുന്ന ഒരു ഐറ്റമാണ് പപ്പടം. ഇതൊന്ന് വെയിലത്തോട്ട് വെക്കാം. ഈ 2 ഭാഗവും നല്ലപോലെ ഒന്ന് വെയിൽ കൊള്ളിക്കണം. ഈ ഭാഗം ഒന്ന് നല്ലപോലെ ചൂടായിട്ടുണ്ട്. ഇനി ഇത് തിരിച്ചും മറിച്ചുമൊക്കെ ഇട്ട് കൊടുക്കണം. ഒരുപാട് അങ്ങ് നല്ലപോലെ ചൂട് കൊള്ളിക്കണ്ട. ഇപ്പോൾ ടോട്ടൽ ഏകദേശം ഒരു 4 മിനിറ്റ് തിരിച്ചും മറിച്ചും ഇട്ട് എടുക്കാമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതേപോലെ മാത്രം വെയിൽ കൊള്ളിച്ചാൽ മതി. ഇതെല്ലാം കൂടെ നിന്ന് എന്തിനാണെന്നറിയാം ഇങ്ങനെ വെയിൽ കൊള്ളിക്കുന്നത്. നമ്മുടെ ഐറ്റം എന്താണെന്ന് വെച്ചാൽ ഒരു പപ്പടവടയാണ്. അതുണ്ടാക്കാനായിട്ടാണ് നമ്മളിങ്ങനെ 2 സൈഡും ഒന്ന് വെയിലത്തിട്ടൊന്ന് ചെറുതായിട്ടൊന്ന് ഉണക്കിയെടുത്തതിന് ശേഷം റെഡിയാക്കുന്നത്. ഇനി സമയം കളയാതെ നമുക്കതെങ്ങനെ റെഡിയാക്കുന്നത് നോക്കാം. അല്ല, ഒരു ബൗൾ അങ്ങോട്ട് എടുക്കുക. കുറച്ച് വറുത്ത അരിപ്പൊടി, നമുക്ക് ഇടിയപ്പപ്പൊടിയൊക്കെ ഇല്ലേ, അതൊക്കെ തന്നെ കുറച്ചങ്ങോട്ട് ഇട്ട് കൊടുക്കാം. ഒരു 3/4 പാത്രം, ഇതുപോലൊരു 3/4 പാത്രം അരിപ്പൊടി എടുത്തിട്ടുണ്ട്. 1/2 ടീസ്പൂണ് കറുത്ത എള്ള, ചെറിയ ജീരകം, അതായത് നല്ല ജീരകം, അതൊരു 1/2 ടീസ്പൂണ് അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. 1/4 ടീസ്പൂണ് പെരുജീരകത്തിൻ്റെ പൊടിയാണ്, അതായത് വലിയ ജീരകത്തിൻ്റെ പൊടി, അതൊഴിക്കും. ഒരു 1/4 ടീസ്പൂണ് മുളക് പൊടിയും കൂടെ അങ്ങോട്ട് ഇട്ട് കൊടുക്കും. ഇനി നമുക്ക് ഒരു 1/4 ടീസ്പൂണ് കായപ്പൊടി ഇതുകൂടെ അങ്ങോട്ട് ഇട്ട് കൊടുക്കും. ഇനി നമുക്കൊരല്പം ഉപ്പ് പൊടിയും കൂടെ ചേർക്കാം. പപ്പടത്തിന് ഉപ്പുള്ളതാണ്, അത് നോക്കിയിട്ട് വേണം നമുക്ക് ഉപ്പിടാനുണ്ട് കേട്ടോ. അപ്പോൾ ഇതേപോലെ ഒരു ചെറിയ അളവിൽ ഉപ്പ് പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. ആദ്യമേ തന്നെ ഇതൊന്നും നല്ലപോലെ മിക്സ് ചെയ്തെടുക്കണം. ഇതേപോലെ നല്ലപോലെ മിക്സ് ചെയ്തിട്ട് നമുക്ക് കുറേശ്ശെ വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഒരല്പം വെള്ളം കൂടി ഒഴിക്കാം. നല്ല ഇതിപ്പോൾ കട്ടയായിട്ടിരിക്കുകയില്ല. ഇതേപോലെ നല്ലപോലെ മിക്സ് ചെയ്ത് ഈ രീതിയിലൊന്ന് അയച്ചെടുക്കണം. വെള്ളം കൂടിയാൽ നമ്മളിത് മുക്കി പൊരിച്ചെടുക്കുന്നതല്ലേ. വെള്ളം കൂടുകയാണെങ്കിൽ അത് പപ്പടത്തെ പിടിക്കാതെ പോകും. അപ്പം പപ്പടത്തെ പിടിക്കുകയും ചെയ്യണം. ആ രീതി വേണം ഇത് വെള്ളം ഒഴിച്ച് ലൂസാക്കി എടുക്കാനായിട്ട്. അടുപ്പൊന്ന് കത്തിച്ചതിന് ശേഷം ഒരു പാനോ അല്ല നേരപ്പായിട്ടുള്ള ഒരു കടായിയോ എന്തെങ്കിലും അടുപ്പത്തോട്ട് നോക്കുക. കുറച്ച് ഓയിൽ അങ്ങോട്ട് ഒഴിച്ച് കൊടുക്കാം. ഓയിലൊക്കെ നല്ലപോലെ ചൂടായിട്ടുണ്ട്. തീ ഒന്ന് കുറച്ച് കൊടുക്കണം കേട്ടോ. നല്ലപോലെ ചൂടായതിന് ശേഷം വേണം തീ കുറച്ച് കൊടുക്കണം. ഒരു മീഡിയം രീതിയിൽ തീ വെച്ച് കൊടുത്തിട്ട് ഇനി നമുക്ക് ഈ മാവിൻ്റെ അകത്തോട്ട് ഇങ്ങനെ ഓരോന്നോരോന്ന് മുക്കിയെടുക്കാം. ഇതുണ്ട്, ഇതേപോലെ തിരിച്ചും മറിച്ചുമൊക്കെ ഇട്ട് മറിച്ചിട്ട് കൊടുക്കുക. ഈ 2 സൈഡിലെ കോട്ടിങ് ഒന്ന് മൊരിച്ചെടുക്കണം. ആ രീതി വേണം അത്. എന്നാൽ കരിഞ്ഞു പോകല്ല. ഒത്തിരി ഇതായി കഴിഞ്ഞാൽ അത് കഴിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ആ ഒരു രീതിക്ക് വേണം ഇത് ചെയ്തെടുക്കാനായിട്ട്. ഇപ്പോൾ 2 സൈഡും ഓക്കെ ആയതിനു ശേഷം നമ്മൾ കോരി എണ്ണ ഒന്ന് നിർത്തി കോരണം കേട്ടോ. ഇതേപോലെ ഇനി ഇതേപോലെ തന്നെ ബാക്കിയൂടെ നമുക്കൊന്ന് റെഡിയാക്കി എടുക്കാം. തിരിച്ചും മറിച്ചുമൊക്കെ ഇടാൻ ശ്രദ്ധിക്കണം കേട്ടോ. ഇതേപോലെ കാരണം ഈ 2 ഭാഗത്തെ മാവ് ഒന്ന് വേകുകയും ചെയ്യണം, മുറിയുകയും ചെയ്യണം.
ഈ ഒരു രീതിക്ക് നമുക്ക് റെഡിയാക്കി എടുക്കണം. ഇതേപോലെ തന്നെ ബാക്കിയോടെ ഒന്ന് റെഡിയാക്കി എടുക്കട്ടെ. അപ്പോൾ നല്ല പടപടാന്നുള്ള പപ്പടം ഇവിടെ റെഡി ആയിട്ടുണ്ട്. കാറ്റ് കയറാത്തക്ക രീതിയിലുള്ള പാത്രത്തിനകത്ത് അടച്ചു വെച്ചാൽ മതി. നമ്മുടെ ആവശ്യത്തിന് എടുക്കാവുന്നതാണ്. പിന്നെ പപ്പടമൊക്കെ ഏത് വീട്ടിലില്ല, എല്ലാ വീട്ടിലും ഉണ്ട്. തീർച്ചയായിട്ടും 4 മണിക്ക് ഒരു ചായയുടെ കൂടെ കാപ്പിയുടെ കൂടെ ഒരു കറുമ്പുറാന്ന് ഒരു കടി അത്രേ ഉള്ളൂ കേട്ടോ. ചെയ്ത് വെക്കാവുന്നേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ടുള്ള ഒരു 4 മണി കടി. നമുക്ക് നോക്കിയാലോ അല്ലേ. ഞാൻ പറയാം കറുമ്പുറാന്ന് കുട്ടികളൊക്കെ ആണേലും ഇത് കഴിച്ചോളും. നല്ല കറുമുറാന്നിരിക്കുന്ന സാധനമാണ്. അപ്പോൾ ചെയ്ത് നോക്കുക കേട്ടോ. ഈ ഒരു കാര്യം കൂടെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനുണ്ടെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്തേക്കുക, ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. വേറെ വീഡിയോ ആയിട്ട് പെട്ടെന്ന് വരാം. ബൈ.